ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഹനുമത് സീതാ സംവാദം. അവിടെ നടന്നതെല്ലാം ഹനുമാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അതനുസരിച്ച് പല പല വികാരങ്ങളും ആ ഹൃദയത്തിലുണ്ടായി. കപികുലത്തിൽ വെച്ച് ഏറ്റവും ധന്യനായിട്ടുള്ളത് താൻ തന്നെയാണെന്ന് ഹനുമാന് മനസ്സിലായി. കാരണം ദേവിയെ കണ്ടെത്താൻ കഴിഞ്ഞത് തനിക്ക് മാത്രമാണല്ലോ. മാത്രമല്ല, ലങ്കയുടെ ശക്തിയും ദൗർബല്യവും നേരിട്ട് മനസ്സിലാക്കുവാനും ഹനുമാന് കഴിഞ്ഞിട്ടുണ്ട്. തന്ത്രപരമായ ഒരു ജോലിയാണ് ആ വാനരേശ്വരൻ പൂർത്തിയാക്കിയത്. ആരാലും കണ്ടെത്താൻ കഴിയാത്ത ലങ്കയെയാണ് ഹനുമാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത്. ഏറ്റവും വലിയ മറ്റൊരു ദൗത്യം കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിദുഃഖിതയായ സീതയെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. വിരഹതാപം മൂലം ബുദ്ധി നശിച്ച് പ്രാണൻ വെടിയാൻ പോലും ഒരുങ്ങിയവളാണ് ദേവി. ദേവിയെ സമാശ്വസിപ്പിക്കാതെ ഇവിടുന്ന് മടങ്ങുന്നത് ഒട്ടും വിവേകവുമല്ല. പക്ഷെ അതെങ്ങനെ സാധിക്കും? ഈ രാക്ഷസ സ്ത്രീകൾ ഒഴിവാകുന്ന ഒരു സമയം പോലും ഉണ്ടാവില്ല. ഹനുമാന്റെ നിഴലും ശബ്ദവും തന്നെ ആപത്ത് വിളിച്ചു വരുത്തും. വല്ലാത്തൊരവസ്ഥയിലാണ് ഹനുമാൻ ചെന്നെത്തിയത്. ഇപ്പോൾ ആശ്വസിപ്പിച്ചില്ലെങ്കിൽ ദേവി പ്രാണത്യാഗം തന്നെ ചെയ്തെന്നിരിക്കും. തന്നോട് എന്തു പറയുവാനാണ് ദേവി പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രീരാമചന്ദ്രൻ ചോദിച്ചാൽ ഹനുമാന് എന്ത് മറുപടി പറയുവാൻ കഴിയുക? ദേവിയുടെ മറുപടി ഇല്ലാതെ ഇവിടുന്ന് മടങ്ങിയിട്ടും കാര്യമില്ല. രാക്ഷസിമാർ അറിയാതെ ദേവിയോട് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ വായുതനയൻ തീരുമാനിച്ചു. മറ്റൊരു പ്രശ്നം ഹനുമാനെ കുഴക്കി. വാനരരൂപിയായ താൻ ഏതു ഭാഷയിൽ ദേവിയോട് സംസാരിക്കും? സംസ്കൃതത്തിൽ സംസാരിച്ചാൽ ദേവി തെറ്റിദ്ധരിച്ചെങ്കിലോ? തൻ്റെ രൂപം കണ്ട് സീതാദേവി ഭയന്നേക്കുമെന്ന് ഹനുമാൻ സംശയിച്ചു. ഇഷ്ടത്തിനനുസരിച്ച് വേഷം മാറാനുള്ള കഴിവുള്ളവരാണല്ലോ രാക്ഷസന്മാർ. അപ്പോൾ തന്നെ കണ്ടാൽ ദേവി രാവണനാണെന്നേ കരുതൂ. നിലവിളിക്കുക കൂടി ചെയ്താൽ ഈ രാക്ഷസ സ്ത്രീകളെല്ലാം ഓടി വരികയും ചെയ്യും. ഇവിടെ വെച്ച് തന്നെ ഒരു യുദ്ധം നടത്തിക്കഴിഞ്ഞാൽ താൻ തളർന്നെന്നു വരും. പിന്നെ വൻകരയിലേക്ക് തിരിച്ചു ചാടുവാനുള്ള ശേഷി ഉണ്ടായെന്ന് വരില്ല. മാത്രമല്ല, ഇതേ കാരണത്താൽ തന്നെ സീതാദേവിയെ വധിച്ചെന്നും വരാം. ഈ ആലോചനകൾക്ക് ശേഷം ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് മെല്ലെ പാടാൻ തുടങ്ങി. ആരും അറിയാതെ ദേവിയുടെ അടുത്തേക്ക് ചെന്നു. സ്വന്തം ശരീരം മറച്ചു വെച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു തുടങ്ങി. ആ ശബ്ദം ദേവിക്ക് മാത്രമേ കേൾക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പാക്കുകയും ചെയ്തു. ഇക്ഷ്വാകു വംശത്തിനെയും പ്രഗത്ഭനായ ദശരഥ മഹാരാജാവിനെയും അദ്ദേഹത്തിൻ്റെ 4 പുത്രന്മാരെയും പ്രകീർത്തിച്ചുകൊണ്ട് ഹനുമാൻ ശ്രീരാമചന്ദ്രൻ്റെയും സീതയുടെയും കഥ പറഞ്ഞു. സീതാദേവിയെ രാവണൻ അപഹരിച്ചതും രാമൻ സീതയെ തിരഞ്ഞ് പുറപ്പെട്ടതും സുഗ്രീവനുമായി സന്ധിയായതും ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയതും തുടങ്ങി എല്ലാ കഥകളും സവിസ്തരം പറഞ്ഞു. ഈ വർത്തമാനം ദേവിയിൽ അളവറ്റ ആനന്ദമുണ്ടാക്കി. എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്നോർത്ത് കണ്ണോടിച്ചു. ശിംശപ്പ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് അവർ ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് സൂര്യ തേജസ്സോടുകൂടി ശിംശപ്പ വൃക്ഷത്തിലിരിക്കുന്ന ഹനുമാനെ ദേവി കണ്ടത്. വിനയഭാവത്തോടെയും ചുമന്നുരുണ്ട കണ്ണുകളോടെയും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന വാനര രൂപത്തെ സീതാദേവി കണ്ടു. പെട്ടെന്ന്
താങ്ങാനാവാത്ത ദുഃഖത്തോടെ ദേവി രാമലക്ഷ്മണന്മാരെ വിളിച്ച് വിലപിച്ചു. ഒരുപക്ഷെ താൻ കാണുന്നതൊരു സ്വപ്നമാണോ എന്ന് ദേവി സംശയിച്ചു. എന്തായാലും ഈ വാനരൻ തന്നോട് പറഞ്ഞ കാര്യം മുഴുവൻ സത്യമായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദേവി തന്നെ കണ്ടതോടെ ഹനുമാൻ വൃക്ഷശാഖയിൽ നിന്നും താഴേക്ക് ഇറങ്ങി. ഭക്തിയും സ്നേഹവും ഉള്ളിലൊതുക്കി വിനയത്തോടെ ദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ അവസരത്തിൽ ഹനുമാന് ഒരാഗ്രഹം ഉള്ളിലുണർന്നു. ഞാനാണ് ശ്രീരാമപത്നി എന്ന് ദേവിയെ കൊണ്ട് തന്നെ പറയിക്കണം. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു: മലിന വസ്ത്രങ്ങൾ ധരിച്ച അവിടുന്ന് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയല്ല. ദേവകളുടെയോ രക്ഷസുകളുടെയോ കിന്നരന്മാരുടെയോ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീരത്നമായി അവിടുന്ന് ആരാണ്? ആരുടെ പത്നിയാണ്? ഹനുമാന്റെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷത്തോടെ സീതാദേവി ഇങ്ങനെ പറഞ്ഞു: ഭൂമിയിലെ രാജാക്കന്മാരിൽ പ്രഗത്ഭനായ ദശരഥ മഹാരാജാവിൻ്റെ പുത്രപത്നിയായ സീതയാണ് ഞാൻ. അയോധ്യ രാജധാനിയിൽ സർവ്വവിധ സുഖ സൗകര്യങ്ങളോടെ വാണവളാണ് ഞാൻ. തുടർന്ന് സീത രാമനുണ്ടായ ദുര്യോഗവും സീതാപഹരണവും ഹനുമാനോട് പറഞ്ഞു. ദേവി, ശ്രീരാമചന്ദ്രൻ്റെ ദൂതുമായാണ് ഞാൻ വന്നത്. എല്ലാ സ്നേഹമന്വേഷണങ്ങളും ചോദിച്ചറിയുവാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ശ്രീരാമചന്ദ്രനും അനുജൻ ലക്ഷ്മണനും എൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ്റെ വർത്തമാനം കേട്ടപ്പോൾ അവരോടൊപ്പം നിൽക്കുന്നു എന്ന തോന്നൽ ദേവിക്കുണ്ടായി. ദേവിയുടെ സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകൾക്ക് മറുപടി പറയാൻ ഹനുമാൻ അടുത്തേക്ക് വരും തോറും സീതാദേവിയിൽ ഭയാശങ്കകൾ വളർന്നു. മായാവിയായ രാവണനാണോ വാനരനായി എത്തിയിരിക്കുന്നത്? ഇത്രയും ചിന്തിച്ചപ്പോഴേക്ക് വൃക്ഷശാഖയിലെ പിടിവിട്ട് ദേവി മണ്ണിലിരുന്നു പോയി. നിലത്തിരുന്ന ദേവിയെ ഹനുമാൻ നമസ്കരിച്ചു. പിന്നെ ദേവി ഇങ്ങനെ പറഞ്ഞു: രൂപം മാറി എന്നെ വീണ്ടും ദുഃഖത്തിലാഴ്ത്താൻ വന്ന രാവണനാണ് നീ എങ്കിൽ നിനക്ക് നാശം സംഭവിക്കാൻ പോവുകയാണ്. അല്പം ആലോചിച്ച ശേഷം അങ്ങനെ പറഞ്ഞതിൽ ദേവിക്ക് വിഷമം തോന്നി. സ്വാമിയുടെ ദൂതനായാണ് നീ എത്തിയതെങ്കിൽ ഞാൻ ചിലത് ചോദിക്കട്ടെ. ശ്രീരാമനെക്കുറിച്ച് നിനക്കറിയാവുന്നത് പറയൂ. ഇങ്ങനെ ചോദിച്ചെങ്കിലും ഒരു സാധാരണ വാനരന് ലങ്കയിലെത്താൻ കഴിയില്ലെന്ന് ദേവിക്ക് അറിയാമായിരുന്നു. വാനരവേഷം പൂണ്ട രാവണൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ദേവി സംശയിച്ചു. ദേവിയുടെ മനസ്സിലെ ചിന്താക്കുഴപ്പം ബുദ്ധിമാനായ ഹനുമാൻ മനസ്സിലാക്കി. പിന്നീട് മഹാപ്രഭുവായ ശ്രീരാമചന്ദ്രനെ പ്രകീർത്തിച്ചു തുടങ്ങി. മാത്രമല്ല, രാമലക്ഷ്മണന്മാർക്ക് തുണയായി വാനര രാജാവായ സുഗ്രീവനും അനേകായിരം വാനരന്മാരും ഉണ്ടെന്ന കാര്യവും ദേവിയോട് പറയാൻ മറന്നില്ല. ലങ്കാപ്രവേശനം ദേവി ഉദ്ദേശിക്കുന്നത് പോലെ ബുദ്ധിമുട്ടുള്ളതുമല്ല. ഒരു കാര്യം മാത്രം മതി അവർക്ക് ശക്തി പകരാൻ: ദേവി സുരക്ഷിതയാണെന്ന കാര്യം. സുഗ്രീവന്റെ സജീവനായ ഹനുമാനാണ് താനെന്ന് ആ വാനരശ്രേഷ്ഠൻ ദേവിയോട് വെളിപ്പെടുത്തി. അതിനാൽ തന്നെക്കുറിച്ചുള്ള സംശയം ഉപേക്ഷിക്കണം. ഹനുമാന്റെ മറുപടി കേട്ട് ദേവി ചോദിച്ചു: രാമലക്ഷ്മണന്മാർ നിനക്ക് കൂട്ടായി കിട്ടിയത് എവിടുന്നാണ്? ശ്രീരാമദേവൻ്റെയും അനുജൻ ലക്ഷ്മണൻ്റെയും ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അവരുടെ ആകൃതി ഏതു തരത്തിലാണ്? ഹനുമാൻ ഇതിന് മറുപടി ഇങ്ങനെ പറഞ്ഞു: രൂപസൗഭാഗ്യം വർണ്ണിക്കാൻ കഴിയുക തന്നെ പുണ്യമാണ്. ശ്രീരാമസ്വാമിയുടെ കണ്ണുകൾ താമരപ്പൂവിതൾ പോലെ സുന്ദരങ്ങളാണ്. ആരെയും ദർശനമാത്രയിൽ തന്നെ അധീനപ്പെടുത്താൻ കഴിയുന്ന ദേവൻ്റെ ശക്തി ആത്മീയമാണ്. മധ്യാഹ്ന സൂര്യൻ്റെ തേജസ്, ഭൂമിയുടെ സഹനശക്തി, വ്യാഴാചാര്യൻ്റെ ബുദ്ധികൂർമ്മത, ദേവേന്ദ്രൻ്റെ കീർത്തി, ഇതാണ് ശ്രീരാമചന്ദ്രൻ. വേദജ്ഞനും ശാസ്ത്രജ്ഞനുമാണ് ശ്രീരാമസ്വാമി. ഇങ്ങനെ ഹനുമാൻ രാമലക്ഷ്മണന്മാരുടെ അംഗപ്രത്യംഗ വർണ്ണന നടത്തി. പിന്നീട് ഋഷ്യമൂകാചലത്തിൽ രാമലക്ഷ്മണന്മാരെ സന്ധിക്കാനിടയായ സാഹചര്യം വർണ്ണിച്ചു. മാത്രമല്ല, ദേവിയെ അന്വേഷിക്കാൻ വാനര രാജാവായ സുഗ്രീവൻ ഉടനെ 10 ദിക്കിലേക്കും സൈന്യങ്ങളെ അയച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. സുഗ്രീവാജ്ഞ നിറവേറ്റാൻ വാനരന്മാർ ഭൂമിയിൽ എല്ലായിടത്തും യാത്ര ചെയ്യുകയാണ്.
ആ യാത്രയ്ക്കിടയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. ബാലിയുടെ പുത്രനായ അംഗദനാണ് സംഘത്തിൻ്റെ തലവൻ. ദേവിയെ അന്വേഷിച്ചുള്ള യാത്രയ്ക്കിടയിൽ ഇരുളടഞ്ഞ ഒരു ഗുഹയിൽ അകപ്പെട്ടു. പുറത്തു വരാൻ കഴിയാതെ ദിവസങ്ങളോളം ഞങ്ങൾ അതിനുള്ളിൽ കഴിച്ചുകൂട്ടി. സുഗ്രീവ രാജാവ് അനുവദിച്ചിരുന്ന സമയത്തിനുള്ളിൽ ദേവിയെ കണ്ടെത്താനാകാഞ്ഞ് ഞങ്ങൾ മരിക്കുവാൻ തയ്യാറായി. ആ സമയത്താണ് ദേവിയെ രക്ഷിക്കുവാൻ ശ്രമിച്ച ജടായുവിൻ്റെ കഥ കേൾക്കുവാനിട വന്നത്. ജടായുവിൻ്റെ ജ്യേഷ്ഠനായ സമ്പാതി അംഗദനോട് ആരാണ് തൻ്റെ സഹോദരനെ വധിച്ചത് എന്ന് ചോദിച്ചു. സമ്പാദിയോട് രാവണൻ ദേവിയെ അപഹരിച്ചതും ജടായുവിനെ വധിച്ചതുമായ കഥ വിശദമായി പറയുകയും ചെയ്തു. അപ്പോൾ സമ്പാദിയാണ് ദേവി രാവണാലയത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞത്. സന്തോഷത്തോടെയാണ് പിന്നീട് ഞങ്ങൾ സാഗര തീരത്തെത്തിയത്. 100 യോജന ദൂരം സമുദ്രം ചാടിക്കടന്ന് യാത്ര ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. സുഗ്രീവൻ്റെ ആജ്ഞയനുസരിച്ച് പുറപ്പെട്ട വാനരന്മാരിൽ താൻ മാത്രമാണ് ലങ്കയിലെത്തിയിട്ടുള്ളത് എന്നും ദേവിയോട് പറഞ്ഞു. അധികം താമസിയാതെ തന്നെ ശ്രീരാമൻ എത്തും. രാവണനെ കുലത്തോടെ നശിപ്പിച്ച് ഞങ്ങൾ മടങ്ങുകയുള്ളൂ, ഹനുമാൻ ദേവിയെ ധരിപ്പിച്ചു. ഇക്കാര്യങ്ങൾ കേട്ടതോടെ ഹനുമാനിൽ ദേവിക്ക് വിശ്വാസമുണ്ടായി. തൻ്റെ അടുത്തു നിൽക്കുന്ന ഹനുമാൻ ശ്രീരാമദൂതൻ തന്നെയെന്ന് ദേവിക്ക് മനസ്സിലായി. കണ്ണുകളിൽ നിന്ന് സന്തോഷത്താൽ കണ്ണീർ താഴേക്കൊഴുകി. അപ്പോഴാണ് ഹനുമാൻ തൻ്റെ ശക്തികളെക്കുറിച്ച് ദേവിയോട് പറഞ്ഞത്. ദേവിയിൽ വീണ്ടും വിശ്വാസം ജനിപ്പിക്കാനായി ശ്രീരാമൻ നൽകിയിരുന്ന മുദ്രമോതിരം അടയാളമായി കാണിച്ചു. ഭയഭക്തി ബഹുമാനങ്ങളോടെ ദേവി ആ മോതിരം തൻ്റെ കൈകളിലേക്ക് വാങ്ങി. ഭർത്താവ് തൻ്റെ അടുത്തെത്തിയതുപോലെ ആ സതീരത്നം സന്തോഷത്തിൽ മതിമറന്നു. നാണം കൊണ്ട് ആ ശിരസ് അല്പം താണു. ഹനുമാന്റെ സാമർത്ഥ്യത്തെ പുകഴ്ത്തുകയും പരാക്രമങ്ങളിൽ അദ്വിതീയനാണെന്ന് പറയുകയും ചെയ്തു. മഹാനായ ആ വാനരനെ സാധാരണ വാനരനാണെന്ന് തെറ്റിദ്ധരിച്ചതിൽ ദേവിക്ക് ഖേദം തോന്നി. മാത്രമല്ല, അതിശക്തനും പരാക്രമിയുമായതിനാലാണ് ഹനുമാനെ തൻ്റെ അടുത്തേക്ക് ശ്രീരാമചന്ദ്രൻ അയച്ചതെന്ന് ദേവിക്ക് മനസ്സിലായി. പക്ഷേ ഒരു സംശയം മാത്രം ബാക്കി നിന്നു. തൻ്റെ ധർമ്മപത്നിയോട് അഹിതം കാട്ടിയ ലങ്കേശ്വരനെ അവർ എന്തുകൊണ്ടാണ് ദഹിപ്പിക്കാത്തത്? അതോ ദുഃഖത്തോടുകൂടി ഇരിക്കുന്നതിനാലാണോ തന്നെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്താത്തത്? ഇങ്ങനെ സ്ത്രീ സഹജമായ ഏറെ ചോദ്യങ്ങൾ ദേവിക്ക് ചോദിക്കുവാനുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഹനുമാൻ ഉചിതമായ മറുപടികളാണ് നൽകിയത്. കൂടെ ശ്രീരാമചന്ദ്രൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയും വർണ്ണിച്ചു. ഊണുമുറക്കവുമില്ലാതെ സദാ ദേവിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ തന്നെ സീതയെ എന്ന് വിളിച്ചുകൊണ്ട് ഞെട്ടി ഉണരുകയും ചെയ്യും. ഇപ്പോൾ ഒരേയൊരു പ്രയത്നത്തിലാണ് ശ്രീരാമചന്ദ്രൻ ഏർപ്പെട്ടിരിക്കുന്നത്. അത് ദേവിയെ വീണ്ടെടുക്കുന്ന യത്നമാണ്. ഈ വാക്കുകൾ ദേവിയിൽ സന്തോഷകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ദേവൻ മറ്റൊന്നിലും ശ്രദ്ധിക്കുന്നില്ല എന്ന അറിവ് സന്തോഷം നൽകിയപ്പോൾ അദ്ദേഹം ശോകാധീനനാണ് എന്നറിഞ്ഞത് ദേവിയെ വേദനിപ്പിക്കുകയും ചെയ്തു. ഈശ്വരാജ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾക്ക് ഈ അവസ്ഥ വരുവാൻ എന്താണ് കാരണം? കടൽ കടന്ന് ലങ്കയിലെത്തി ലങ്കാരാജ്യത്തെ നശിപ്പിച്ച ശേഷം എന്നെ വന്ന് കാണുന്നതാണ് ധർമ്മമനുസരിച്ച് ശരിയായിട്ടുള്ള മാർഗം. അതാണ് വീരപുരുഷന്മാരുടെ രീതി. ദേവനും അതുതന്നെ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. 2 മാസത്തെ അവധിയാണ് രാവണൻ എനിക്ക് നൽകിയിട്ടുള്ളത്. അതിനു മുമ്പായി രാവണ നിഗ്രഹം കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഗതി വളരെ കഷ്ടതരമാകും. ഹനുമാൻ പറഞ്ഞു. ഞാൻ മടങ്ങിച്ചെന്നാൽ എല്ലാ വിവരങ്ങളും ശ്രീരാമദേവനെ ധരിപ്പിക്കാം. ഇല്ലെങ്കിൽ വേണ്ട, ദേവിയെ എൻ്റെ ചുമലിൽ കയറ്റി ഇപ്പോൾ തന്നെ മടക്കി കൊണ്ടുപോകാം. പക്ഷെ അതിനുള്ള അനുമതി അവിടുന്ന് നൽകണം. എങ്കിൽ ശ്രീരാമ ലക്ഷ്മണന്മാരെ ഇപ്പോൾ തന്നെ കാണാനാവുകയും ചെയ്യും. വിശ്വാസം വരാതെ ദേവി ഇങ്ങനെ ചോദിച്ചു.
ഇത്ര ചെറിയ ശരീരമുള്ള നിനക്കെങ്ങനെയാണ് എന്നെ വഹിച്ചുകൊണ്ട് മറുകര ചാടാൻ കഴിയുക? പറഞ്ഞു തീർന്നതും ഹനുമാൻ തൻ്റെ ഭീമരൂപത്തെ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷമാക്കി. അതുകണ്ട് ദേവിക്ക് ഹനുമാന്റെ കാര്യത്തിൽ വിശ്വാസമാവുകയും ചെയ്തു. വായുവേഗത്തിൽ സമുദ്രത്തിൻ്റെ മുകളിലൂടെ പറന്നു പോകുമ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് വീണുപോകാം, മാത്രമല്ല എന്നെയും കൊണ്ട് പോകുമ്പോൾ രാക്ഷസന്മാർ ആ കാഴ്ച കാണാതിരിക്കില്ല. അപ്പോൾ ഈ അസുരപ്പടയോട് നീ ഒറ്റയ്ക്ക് പൊരുതേണ്ടി വരും. ഞാൻ തീർച്ചയായും നിലത്തേക്ക് വീഴും. അപ്പോൾ നീ ചെയ്ത ജോലി വൃഥാവിലാവുകയും ചെയ്യും. അതിനു പുറമെ ശ്രീരാമചന്ദ്രൻ ശത്രുസംഹാരം നടത്തിയില്ല എന്ന അപഖ്യാതി കേൾക്കാനും ഇടയുണ്ട്. എന്നെ വീണ്ടെടുത്ത് രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതോടെ രാമദേവൻ്റെ കീർത്തി വർദ്ധിക്കും. ഇപ്പോൾ നീ എന്നെയും വഹിച്ചുകൊണ്ട് പോയാൽ അതിനുള്ള അവസരം ശ്രീരാമചന്ദ്രന് നഷ്ടപ്പെടും. മാത്രമല്ല സ്വബുദ്ധിയോടെ ഞാൻ അന്യപുരുഷൻ്റെ ശരീരം തൊടുകയില്ല. രാവണൻ എന്നെ സ്പർശിച്ചത് ബലാത്കാരേണ ആണ്. അതുകൊണ്ട് രാവണനെ നശിപ്പിച്ച് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് പ്രിയതമൻ്റെ യശസ്സിന് യോജിച്ചത്. സീതയുടെ വാക്കുകൾ ഹനുമാനെ സന്തോഷിപ്പിച്ചു. ദേവി പറഞ്ഞതും ദേവിയുടെ വികാരങ്ങളും ഞാൻ സ്വാമിയോട് അതേ രൂപത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്തു. ഹനുമാൻ തന്നെ കണ്ടെത്തിയതിന് തെളിവായി ഒരടയാളമെങ്കിലും കൊടുത്ത് വിടണമെന്ന് ദേവിക്ക് തോന്നി. സീതാദേവിയെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട അടയാളമായിരുന്നു അത്. ആ അടയാളം നൽകുന്നതിന് മുൻപ് ശ്രീരാമചന്ദ്രനോട് ഇക്കാര്യങ്ങൾ കൂടി പറയണമെന്ന് ദേവി സൂചിപ്പിച്ചു. ചിത്രകൂട പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലെ ആശ്രമത്തിൽ ഞങ്ങൾ താമസിക്കുകയായിരുന്നു. അന്നൊരു ദിവസം കുളി കഴിഞ്ഞ് നനഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ദേവൻ എൻ്റെ മടിയിൽ കിടക്കുകയായിരുന്നു. ആ കിടപ്പിൽ അദ്ദേഹം അല്പം മയങ്ങിപ്പോയി. ഈ സമയത്താണ് ഒരു കാക്ക എൻ്റെ നെഞ്ചിൽ കൊത്തി വേദനിപ്പിച്ചത്. കാക്കയെ ഞാനൊരു വടിയെടുത്ത് ദൂരേക്ക് പായിച്ചു. ആ സമയം എൻ്റെ വസ്ത്രം അഴിഞ്ഞു വീഴുകയും ചെയ്തു. അത് കണ്ട് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ ദേഷ്യമാണെന്ന് കണ്ട് എന്നെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. ദേവൻ പിന്നീട് മയങ്ങിയപ്പോൾ ആ കാക്ക വീണ്ടും എന്നെ ആക്രമിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്തു. ഉണർന്നെണീറ്റ അദ്ദേഹം കോപത്തോടെ എന്നെ മുറിപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചു. പെട്ടെന്ന് തൻ്റെ മനക്കണ്ണുകൊണ്ട് ഇന്ദ്രപുത്രനായ ജയന്തനാണ് കാക്കയുടെ രൂപത്തിൽ എന്നെ ആക്രമിച്ചതെന്ന് ശ്രീരാമദേവൻ കണ്ടു. ലക്ഷ്മണൻ കൊണ്ടുവച്ചിരുന്ന ദർഭയിൽ ഒന്നെടുത്ത് ബ്രഹ്മാസ്ത്രമന്ത്രം ജപിച്ച് അത് കാക്കയുടെ നേർക്കെയ്തു. കാക്ക ജീവരക്ഷാർത്ഥം പല ലോകങ്ങളിലേക്കും പാഞ്ഞു. പിതാവായ ദേവേന്ദ്രനും ഋഷീശ്വരന്മാരും ജയന്തനെ കൈവെടിഞ്ഞു. അവസാനം ശ്രീരാമചന്ദ്രൻ്റെ തൃക്കാലിൽ തന്നെ ശരണം പ്രാപിച്ചു. പക്ഷേ തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം എവിടെയെങ്കിലും കൊണ്ടല്ലേ മതിയാവൂ. അവസാനം ജയന്തൻ്റെ വലത്തെ കണ്ണ് രാമബാണത്തിന് ലക്ഷ്യമായി. അങ്ങനെ ജയന്തൻ തൻ്റെ പ്രാണനെ രക്ഷിച്ചു. കാക്കയുടെ നേരെ ബ്രഹ്മാസ്ത്രമയച്ച എൻ്റെ പ്രിയതമൻ എന്തുകൊണ്ട് എന്നെ അപഹരിച്ച രാക്ഷസനെ നിഗ്രഹിക്കാൻ തുനിഞ്ഞില്ല എന്ന് ഞാൻ ചോദിച്ചതായി പറയണം. പിന്നീട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. എനിക്കിനി 1 മാസം മാത്രമേ ജീവിതമുള്ളൂ. അതിനുള്ളിൽ എന്നെ രക്ഷിക്കാൻ ശ്രീരാമദേവന് കഴിയണം. ഇത്രയും പറഞ്ഞ് തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന മനോഹരമായ ചൂടാരത്നത്തെ കയ്യിലെടുത്ത് ഇത് നീ ശ്രീരാമചന്ദ്രന് നൽകുക എന്ന് പറഞ്ഞ് ഹനുമാന് നൽകി. പിന്നീട് ദേവിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച ശേഷം ഒരു ഭാഗത്തേക്ക് മാറി കൈകൂപ്പി. അനന്തരം ദേവിയുടെ മുന്നിൽ നിന്ന് പിൻവാങ്ങുവാൻ തീരുമാനിച്ചു. വിവാഹ സന്ദർഭത്തിൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും അച്ഛൻ വാങ്ങി എനിക്ക് വേണ്ടി ശ്രീരാമചന്ദ്രന് സമർപ്പിച്ചതാണ് ഈ രത്നം. യാത്ര തിരിക്കാൻ തുടങ്ങിയ ഹനുമാനോട് ഇത്രയും കൂടി ദേവി പറഞ്ഞു. ശ്രീരാമ ലക്ഷ്മണന്മാർ ഒന്നിച്ചിരിക്കുമ്പോൾ വേണം എൻ്റെ അന്വേഷണം അവരെ അറിയിക്കാൻ. നീ അവരെ സമാധാനിപ്പിക്കുകയും അവരിലെ ശൗര്യം ആളിക്കത്തിപ്പിക്കുകയും വേണം. യാത്ര കൊണ്ടുള്ള ക്ഷീണം മറക്കാൻ സ്വസ്ഥമായി എവിടെയെങ്കിലും ഇരുന്ന് വിശ്രമിച്ചിട്ട് യാത്ര തുടർന്നാൽ മതി എന്നും ഹനുമാനെ ഉപദേശിക്കാൻ സീതാദേവി മറന്നില്ല. പക്ഷേ അല്പസമയം പോലും വെറുതെ കളയാൻ വായുതനയൻ തയ്യാറല്ലായിരുന്നു. ഹനുമാൻ പോകാനായി വീണ്ടും തയ്യാറായി. ഹനുമാന്റെ ദൗത്യത്തിൻ്റെ ഭൂരിഭാഗവും കഴിഞ്ഞു.
ഇനി വേണ്ടത് രാക്ഷസന്മാരുടെ ശക്തി എത്രയുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. സീതയോട് യാത്ര ചോദിച്ച് ഹനുമാൻ യാത്രയായി. ശത്രുശക്തിയെക്കുറിച്ച് സുഗ്രീവ രാജാവ് ചോദിച്ചാൽ ഹനുമാന് മറുപടി പറയേണ്ടതായുണ്ട്. അതിനായി അവരോട് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഏറ്റുമുട്ടേണ്ടതുമുണ്ട്. മാത്രമല്ല, രാമദൂതൻ്റെ കരുത്ത് എത്രത്തോളമുണ്ടെന്ന് രാവണൻ നേരിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെ പോയി ഹനുമാന്റെ ചിന്ത. അതിനെന്താണൊരു വഴി? രാവണൻ്റെ പ്രിയങ്കരമായ തോട്ടമാണ് അശോകവനി. വളരെ ശ്രദ്ധയോടുകൂടിയാണ് അതിനെ പരിരക്ഷിക്കുന്നത്. മനോഹരമായ ഈ ഉദ്യാനത്തെ നശിപ്പിക്കാൻ രാക്ഷസ സൈന്യം സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി തന്നോട് എതിർക്കാൻ വരും. അപ്പോൾ അവരുടെ യുദ്ധതന്ത്രങ്ങളും ആയുധബലവും നേരിട്ടറിയുവാനും കഴിയും. ഈ തീരുമാനത്തോടെ പിതാവിനെ സ്മരിച്ച് ഹനുമാൻ കൊടുങ്കാറ്റുപോലെ അശോകവനിയിലേക്ക് കയറി. പ്രമദവനം എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ആ ഉദ്യാനം തല്ലി തകർക്കാൻ ഹനുമാന് ഏറെ സമയം വേണ്ടി വന്നില്ല. മരങ്ങൾ കടപുഴക്കി എറിഞ്ഞു, കുളങ്ങൾ വൃത്തികേടാക്കി. അതിനുശേഷം ആരോടും ഏറ്റുമുട്ടാൻ തയ്യാറായി നിന്നു ഹനുമാൻ. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗമായ ഹനുമാന്റെ പരാക്രമം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു.